ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. പൊന്നു നല്ല മഴയല്ലേ പൊന്നു? പൊന്നൂസേ എവിടെ പൊന്നൂസ്? ഒരു ഹായ് പറഞ്ഞ പൊന്നൂസേ. ഇന്ന് മോർണിംഗ് തന്നെ നല്ല മഴയാട്ടോ ഗൈസ്, രാവിലെ നല്ല മഴയാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഈ മഴ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ദാ ഇവിടെ കുറേ സമയമായിട്ട് ഇവിടെ ഇരിക്കുക തന്നെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരുത്താണ്. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോന്നു കേട്ടോ. കിച്ചണിലൊന്നും പ്രത്യേകിച്ച് ഡ്യൂട്ടികളൊന്നുമില്ല. കിച്ചണൊക്കെ ക്ലീനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് താത്താൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്കൊരു സർപ്രൈസായിട്ട് ഒരു കേക്കായിട്ടാണ് പോണത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബിസി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഡേ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ താത്തയും കുട്ടികളും കാണുമ്പോൾ ലുലുമോളെ എപ്പോഴും നമ്മോട് പറയും കേട്ടോ, കുഞ്ഞമ്മ ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം, ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന്. നമ്മൾ വലിയ കേക്ക് മേക്കറൊന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റാക്കിയത്. പക്ഷേ ഈ ഡെക്കറേഷൻ പണി എനിക്കറിയാത്തതുകൊണ്ടായിരിക്കാം കേക്ക് വലിയ കാണാൻ നല്ല ഭംഗിയൊന്നുമില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയണമെങ്കിൽ അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മാറ്റി റെഡി ആയിട്ടാണ് താത്താക്ക് വേപ്പിൻ്റെ ഇല ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പം ഞാൻ തോട്ടിയൊക്കെ എടുത്തിട്ട് വേപ്പിൻ്റെ ഇല പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ ഒരുപാട് സാധനങ്ങളൊന്നും ഓക്ക് കൊണ്ടുപോകാനില്ല. കാരണം എനിക്ക് അവിടുന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരാനുണ്ടാവും. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് കുറേ ഉള്ളത് ഈ വേപ്പിൻ്റെ ഇല കേട്ടോ. ഇത് അവക്കാണെങ്കിൽ തീരെ ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ എനിക്കുള്ളതിൽ നിന്ന് കൊടുക്കുക, അത്രയ്ക്കല്ലേ പറ്റൂ. അപ്പോൾ ഇതാ വേപ്പിനിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. കുട്ടികളങ്ങനെ പൊറുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേപ്പിനിലിൻ്റെ മരം കുറേ മുകൾക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അടിയിൽ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ അത്യാവശ്യത്തിന് ഡെയിലി പൊട്ടിച്ച് കൊമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ കൊമ്പ് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ തോട്ടി വേണം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷ വെയിറ്റിംഗ് ആണ്. ഓട്ടോറിക്ഷ വരുന്നുണ്ടെന്ന് കേട്ടോ കുട്ടി പറയുന്നത്. അപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. താത്താൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് സുഖമില്ലാത്ത ടൈമിലൊക്കെ ഇസ്മോനും ഋതുമോനും അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഓൾക്ക് അവിടെ പോകുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതാട്ടോ, പോവല്ലേ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ താത്താൻ്റെ വീടെത്തി. ഇതാണ് കേട്ടോ താത്താൻ്റെ വീട്. അതുപോലെ മുകൾക്ക് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്, വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. താത്താൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ പുഴയാണ് കേട്ടോ. നോക്കിയാൽ കാണുന്ന ദൂരമുള്ളൂ. അതാ ആ വഴി പുഴയിലോട്ടുള്ള വഴിയാണ്. പുഴ ഇത്രയും അടുത്താണ് കേട്ടോ. മഴയൊക്കെ നല്ല അധികമായിട്ട് മഴയൊക്കെ പെയ്താൽ വെള്ളപ്പൊക്കമൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം മൂടും കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ കോട്ടേഴ്സൊക്കെ മാറി താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയാൽ ആദ്യം പുഴ കാണാനാട്ടോ വരിക. പുഴയൊക്കെ നല്ല മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ടാട്ടോ നിൽക്കുന്നത്. പക്ഷെ എന്നാലും നല്ല ഭംഗിയാണല്ലേ പുഴ കാണാൻ.
ഈ പുഴയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ ഒന്ന് നമ്മൾ സങ്കടങ്ങളും എല്ലാം ഒന്ന് മറക്കണ ഒരു കാലാവസ്ഥയായിട്ട് എനിക്ക് തോന്നുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഞാൻ കുറേ ആയിട്ട് പുഴയിലോട്ട് ഇറങ്ങാറില്ല കേട്ടോ. എനിക്ക് പുഴയിൽ ഇറങ്ങി കുളിക്കണതും നീന്തണതും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായാലും എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം ഇവർക്കൊന്നും നീന്തം അറിയില്ല കേട്ടോ. പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കണം ഇൻഷാ അള്ളാ. കുറേ വൈകിയിട്ടുണ്ട്. നമ്മളവിടെ തോടും പുഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല, ഇവർക്ക് പഠിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു ആ ടൈമിൽ തന്നെ നീന്തലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പുഴയിലും ഞാൻ ഒരുപാട് തവണ നീന്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇസ്മോനും റിതുമോനൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ടും പിന്നെ സച്ചു റിച്ചൊക്കെ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ്. കാരണം പുഴയിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ പുഴ വന്ന് കുളിക്കാറില്ല കേട്ടോ. ഇപ്പോൾ പുഴ കാണുക പോവുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുഴയൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ കേക്ക് സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. കേക്ക് കണ്ടപ്പോൾ ലുലുമോക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഓളെ ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. കാരണം നമ്മൾ കേക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ ഒരു 350 രൂപ എന്തായാലും വേണ്ടി വരും. പക്ഷേ ആ 350 രൂപക്ക് നമുക്ക് ഫാമിലി എല്ലാവർക്കും ഇതുപോലെ ഒരു കഷ്ണം മുറിച്ച് എടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പീസ് തന്നെ എല്ലാവർക്കും എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഇമ്മി നല്ല ഹാപ്പിയാണ്. എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഫാമിലി വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഈ ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ താത്താക്ക് ഇവിടെ എപ്പോഴും ജോലിയാട്ടോ. ഇവള് അളിയാക്കാക്ക് തട്ടുകടയാണ്. പക്ഷേ ഈ കാണുന്ന ഗ്രീൻ പീസ്, ഇറച്ചിമ്പുള, മക്രോണി ഇതെല്ലാം ഇവൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ടാണ് കേട്ടോ അളിയാക്ക തട്ടുകടയിലോട്ട് പോവാറ്. പിന്നെ അവിടെ തട്ടുകടയിൽ കച്ചവടം ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അവൾക്ക് എപ്പോഴും ബിസിയാണ് ഗൈസ്. എന്ത് ചെയ്യുക, അവരുടെ വരുമാന മാർഗം അതാണ്, വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങൾ. പിന്നെ ഇമ്മ ഈ കാത്തിരിക്കുന്നത് ഉമ്മൻ്റെ അനിയത്തി വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അനിയത്തിനെ വെയിറ്റിങ്ങിലാട്ടോ. ഇസ്മോന് ഇവിടെ കുറേ കളിസാമാനം കിട്ടിയിട്ടുണ്ട് ലുലുമോളിലെ. അപ്പോൾ ഓന് അതും വെച്ചിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. പൊതുവേ ഓന് ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കളിസാമാനം കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ്റെ അനിയത്തിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കണ്ണ് വെട്ടിക്കാതെ നോക്കിയിരിക്കുക പറയില്ല. ഇതാണ് ഉമ്മൻ്റെ അനിയത്തി, എൻ്റെ കുഞ്ഞാമ്മയാണ്. എനിക്ക് ആകെ ഒരു കുഞ്ഞാമ്മയും ഒരു മൂത്തമ്മയായിട്ടുള്ളത്. മൂത്തമ്മേൻ്റെ മോളും ഉണ്ട്. പക്ഷെ അവൾക്ക് വീഡിയോയിൽ നിൽക്കണ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആര് വന്നാലും സ്പെഷ്യലായിട്ട് ഇറച്ചിമ്പുളി മക്രോണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവർ ഉമ്മാനോട് സലാം പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇവരിവിടെ സ്പെൻഡ് ചെയ്തു. ഓട്ടോറിക്ഷയൊക്കെ പറഞ്ഞ് വെച്ചിട്ടാണ് ഇവിടെ നിന്നിരുന്നത്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട് എല്ലാവരും കൂടി സംസാരിച്ച് അവർ പുഴ കാണാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് വേറെ ഒന്നുമല്ല, ഫേസ് കാണിക്കാനും വീഡിയോയിൽ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ പോയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ അളിയാക്കാൻ്റെ തട്ടുകട ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ. പാണക്കാട് ചാമക്കായ എന്നറിയും. നമ്മൾ മലപ്പുറം അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പാലത്തുങ്കലായിട്ടാണ് ഈ ഒരു കച്ചവടം വരുന്നത്. അപ്പോൾ ഞാനും താത്തയും ലുലുമോളും ഐസൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള ജിമ്മിൻ്റെ എക്സസൈസിൻ്റെ ഓരോ ഇതുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അതിലൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പോക്ക് കേട്ടോ. എൻ്റെ വോയിസ് ഓവർ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് പോവാം കേട്ടോ. അതല്ല എൻ്റെ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളൂ. എൻ്റെ ഫാമിലി വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മാങ്ങ ലുലുമോൾ കൊടുന്നു. അപ്പോൾ ഓൾ കഴിക്കണതിന് മുന്നേ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ് ടാളിയാക്കാൻ്റെ തട്ടുകട.
അപ്പോൾ ഇവിടെ നല്ല ആളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ റിച്ചും സച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഹെൽപ്പിങ്ങിനാണ് കേട്ടോ റിച്ചു വരാറ്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മണി ടൈം, ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇത് നമ്മളെ സാമോനാണ് കേട്ടോ. അപ്പോൾ എന്താ തട്ടുകടയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അവിടെ ആൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ആട്ടോ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇവിടെ ഈ പുഴയുടെ തീരത്ത് വന്നാൽ നമുക്ക് ഈ പാലത്തുങ്ങ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്യുക കുട്ടികളെയും കൊണ്ട്. പിന്നെ ഇവിടെ തട്ടുകടയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇവിടെ അങ്ങനെ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ വരുന്നവർക്ക് പൈസൻ്റെ ആവശ്യം അധികം വരുന്നില്ല. കാരണം പാർക്ക് പോയ ഒരു സന്തോഷം നമുക്ക് കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ എന്താ പറയുക, നമ്മൾ പാർക്ക് പോകുമ്പോൾ 50 രൂപ 20 രൂപ ഒക്കെ ടിക്കറ്റ് കൊടുത്ത് കയറുന്ന സ്ഥാനത്ത് നമുക്ക് ഒരു പൈസയും വേണ്ട. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവരിതാ ഇവിടെ തോണിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഋതുമോനും സച്ചൊന്നും തോണി കയറിയിട്ടില്ല കേട്ടോ. ലുലുമോളും ഓലൊക്കെ എപ്പോഴും തോണി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇതുവരെ തോണിയിൽ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാ ഇവരുടെ സന്തോഷത്തിന് ഇവരെ തോണിയിലൊക്കെ ഒന്ന് കയറ്റിട്ടോ. തോണിയിൽ പോയത് നല്ലൊരു മൊമെൻ്റ് ആട്ടോ. എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അറിയാത്ത ആളുകളായതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. കുട്ടികളൊക്കെ കയറി, ഓലൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഇസ്മോനെയും ഒരു റൗണ്ട് അവരൊന്ന് ഓടിച്ചു കേട്ടോ. കാരണം ഇസ്മോനെ ആദ്യം കയറ്റിയിട്ടില്ലേനു, പിന്നെയാണ് ഇസ്മോനെ കയറ്റിയത്. ഓൻ്റെ സന്തോഷത്തിന് ഓനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചു കേട്ടോ. അപ്പോൾ തോണിയിലൊക്കെ യാത്ര പോയിട്ടിതാ നമ്മൾ ഈ ഒരു കയറ്റം കയറുക കേട്ടോ. ഇറങ്ങിയപ്പോൾ തോണിയിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടോ അറിയില്ല, സ്റ്റെപ്പൊന്നും കണ്ടില്ല. കയറിയപ്പോൾ നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു രാത്രി 7 മണി 8 മണി ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ സമയം പോകണം അറിയില്ല കേട്ടോ. അപ്പോൾ ദാ ലുലുമോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ അളിയാക്കാൻ്റെ വക സ്പെഷ്യലായിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്ന് കാടമുട്ട ഫ്രൈ ഒക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചിയും പുളിയും മക്രോണിയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്നുള്ളതിനാണ് ഈ കാടമുട്ട ഫ്രൈ കഴിച്ച്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. മലപ്പുറം വഴി പോകണ ഈ ഒരു തട്ടുകടയിൽ കയറിങ്ങാണ്ട് ഒന്ന് കഴിച്ചു നോക്കൊണ്ട്. ഇവിടുത്തെ ഇറച്ചിയും പുളിയും മക്രോണിയും ഗ്രീൻ പീസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ താത്ത ഉണ്ടാക്കണോണ്ട് പറയല്ല, നല്ല കൈപ്പുണ്യാണ് അവൾക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മലപ്പുറം വഴി പാസ് ചെയ്യണവർ ഈ വഴിയൊക്കെ ഒന്ന് പോകുമ്പോൾ ഇവിടേക്കൊന്ന് കയറി തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും മക്രോണിയും എല്ലാം കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇപ്പിലിട്ടതും വാങ്ങി കഴിച്ചു കേട്ടോ. മഴ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിട്ട് നടന്ന് ഇങ്ങനെ പോവാട്ടോ. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ താത്താൻ്റെ വീട്ടിലോട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ കൊച്ചു ഡേ കടന്നു പോയത്. എന്താ പറയുക, നല്ല ഹാപ്പിനെസ്സാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എൻ്റെ മൈൻഡ് നല്ല ഓക്കെയാണ്. എനിക്ക് വീട്ടിൽ പോയിട്ടുള്ളൊരു സന്തോഷമാണ് ഇവളുടെ അടുത്ത് വന്നപ്പോൾ കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇവൾ രാത്രിക്കൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റാക്കിയിരുന്നു. ഇവളെ സമ്മതിക്കണം കേട്ടോ. അത്രയും ജോലികൾക്കിടയിൽ ഓള് നമുക്ക് എന്താ പറയുക ബിരിയാണി സെറ്റാക്കി. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി നമ്മൾ ഈ ഒരു കൊച്ചു ഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.